സ്ഥിരമായി ഈ റൂട്ടിലൂടെ ലോറിയുമായി പോകുന്ന ഷിബു എന്ന ഡ്രൈവർ കൂടി നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചെയ്യുന്നുണ്ട്. ഷിബു, കേൾക്കാമോ? സർ കേൾക്കാം, പറയാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഉള്ള സംശയം, ഇതിപ്പോൾ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടില്ല വാഹനമെന്ന് ദൗത്യസംഘം പറയുന്നുണ്ട്. പുഴയിലേക്കുള്ള ആ വലിയ മൺകുനയിൽ ഒരുപക്ഷെ വാഹനമുണ്ടോ എന്ന സംശയം മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. ആ റൂട്ടിലൂടെ സ്ഥിരമായി പോകുന്ന ഒരാൾ എന്ന നിലയിൽ അവിടുത്തെ ഒരു മേഖല, ആ മേഖല എങ്ങനെയാണ്? ഇതിപ്പോൾ കേരളത്തിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് അർജുൻ തിരിച്ചു വരുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ മണ്ണിൽ നിന്ന് നമ്മള് കേരളത്തേക്ക് തിരിച്ചു വരുമ്പോൾ നമുക്ക് ഡബിൾ റോഡ് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതില് നമ്മൾ കയറി വന്ന ഉടനെ നമുക്കൊരു 3 വാഹനം മാത്രമേ അവിടെ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ളൂ. മാക്സിമം വലിയ വാഹനങ്ങൾ 3 വാഹനം അവിടെ പാർക്ക് ചെയ്യാൻ സൗകര്യമുള്ളൂ. അത് ശരി. സർ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. 3 വാഹനം നമ്മൾ അവിടെ പാർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് വരുന്ന വാഹനം ഈ ഹോട്ടലിന്റെ ഫ്രണ്ട് വശത്താണ് വരുന്നത്. 4 വരി പാതയാണ്. നമുക്ക് ഇവിടെ 2 വാഹനങ്ങൾ പോകും, അപ്പുറത്ത് 2 വാഹനങ്ങൾ പോകും. അപ്പൊ നമുക്ക് അവിടെ പാർക്ക് ചെയ്യാൻ മാക്സിമം നമ്മൾ ഒരു ചെറിയ കനാൽ വരുന്നുണ്ട് അവിടെ. ആ കനാലിൽ നിന്ന് വെള്ളം വരുന്നുണ്ട്. അവിടെയാണ് നമ്മൾ വെള്ളം എടുക്കാറും കുളിക്കാറും എല്ലാം ഉള്ളത്. അവിടെ നിന്ന് വെള്ളം വരുന്നത് ചെറിയൊരു പൈപ്പാണ് കേട്ടോ അതുള്ളത്. അല്ല, ആ ഭാഗങ്ങളെല്ലാം ഇപ്പൊ മണ്ണിനടിയിലല്ലേ ഷിബു? മണ്ണിലടിയിലാണ് സാർ, പറയുന്നത് കേൾക്കൂ. അപ്പൊ നമ്മൾ മാക്സിമം വളരെ ഓരത്തോട് ചേർത്താണ് വാഹനം നിർത്തുക. മാക്സിമം ഈ മലയോടെ ചേർത്താണ് വാഹനം നിർത്തുക. അല്ലെങ്കിൽ വണ്ടികൾ വരുമ്പോൾ ആക്സിഡന്റ് കാര്യങ്ങൾ വരുന്നത് നമ്മൾ മാക്സിമം വാഹനം ചേർത്താണ് നിർത്തുക. അപ്പോ ഈ മല ഇടിഞ്ഞു വരിക എന്ന് പറയുമ്പോൾ നമ്മുടെ വാഹനത്തിന്റെ മുകളിലേക്ക് വരാൻ ചാൻസ് 100% ഉള്ളൂ. മാക്സിമം നമ്മളെ വാഹനത്തിന്റെ മുകളിലേക്കേ മല ഇടിഞ്ഞു വരുള്ളൂ. അതല്ല വണ്ടിയെ തള്ളി നീക്കി കൊണ്ടുപോകാൻ അവിടെ ചാൻസ് ഇല്ല. നമ്മൾ ഏത് വാഹനത്തിൽ ഓടിക്കുന്ന ഡ്രൈവർമാരോട് ചോദിച്ചാലും അതിൽ പോകുന്ന ആളുകളോട് ചോദിച്ചാലും വ്യക്തമായിട്ട് കേൾക്കാം. ഷിബു, അതെ, കേൾക്കുന്നുണ്ട്. ഷിബു, ഈ മേഖലയിലൂടെ ഷിബു സ്ഥിരമായി വണ്ടി കൊണ്ടുപോയിട്ടുള്ള ആളാണ്. ഇവിടെ ഒരു ചായക്കട ഉണ്ടായിരുന്നു. ആ ചായക്കടയുടെ അടുത്താണ് വാഹനങ്ങൾ നിർത്താറുള്ളതെന്നൊക്കെയാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ മഴ കൂടിയുള്ള സാഹചര്യത്തിൽ അവിടെ കൂടുതൽ ആളുകൾ ഇറങ്ങാനുള്ള ഒരു സാഹചര്യമുണ്ടോ? എന്താണ് ഷിബുവിന് തോന്നുന്നത്? നമ്മള് വലിയ വാഹനങ്ങൾ മാത്രമേ അവിടെ മാക്സിമം നിർത്താറുള്ളൂ. ചെറിയ വാഹനങ്ങൾ ആരും അവിടെ നിർത്താറില്ല. ലോറി എന്നുള്ള അവര് നമ്മള് കുളിക്കാനും പ്രാഥമിക കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി മാക്സിമം അവിടെ നിർത്താറുള്ളൂ. ഈ ഒരു ഇതിന്റെ ഒരു ജോഗ്രഫി, ഒരു ഭൂമിശാസ്ത്രം അതെങ്ങനെയാണ്? അവിടുന്ന് ഈ ദേശീയപാത NH-66 ആണല്ലോ അത്. ഈ റോഡിന്റെ ഒരു രീതി അതെങ്ങനെയാണ്? നമ്മളവിടെ വന്ന് ഇങ്ങനെ 4 വരി പാതയിലേക്ക് തുടങ്ങുന്ന ഇതാണ് അവിടെ ഉള്ളത്. അവിടെ വലത്ത് സൈഡിൽ ഒരു ടവർ ഉണ്ട്. ടവറിന്റെ അപ്പുറത്താണ് നേരെ ഈ ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത്. അതിന്റെ അപ്പുറത്ത് വലിയൊരു മരമുണ്ട്. അതിന്റെ താഴെ അവര് നമുക്ക് കുളിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തിട്ടുണ്ട്. അതിന്റെ അപ്പുറത്ത് വലിയൊരു എന്താ പറയാ കുന്നുണ്ട്, മല. ഈ മണ്ണ് അവര് റോഡ് പണി ചെയ്തിട്ട് കുന്ന് ചെയ്തിട്ടുണ്ട്. ആ കുന്നാണ് പിടിഞ്ഞു വീണത്. അവിടേക്ക് എത്തുന്നില്ല. ഇവർ ഈ ഹോട്ടലിന്റെ മുന്നിൽ വരെ നമുക്ക് വാഹനം നിർത്താൻ അനുമതിയുള്ളൂ. അതിന്റെ അപ്പുറത്തോട്ട് വീതി ഇല്ല. നമുക്ക് ഈ ഹോട്ടലിന്റെ തൊട്ട് മുൻവശം വരെ ഉള്ളൂ വാഹനങ്ങൾ നിർത്താനുള്ളത്. ഷിബുയുടെ സംശയം എന്താണ്? വാഹനം മാത്രമേ അവിടെ നിർത്താൻ കഴിയുന്നുള്ളൂ. ഈ വാഹനത്തിന്റെ മുകളിലേക്ക് തന്നെ ഈ മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ വരുള്ളൂ. കാരണം വെച്ചാൽ ചെറിയൊരു കനാല്, നമ്മൾ അതിലേക്ക് വെള്ളം വരുന്നുണ്ട്. നമ്മൾ വണ്ടി കഴുകാനും, ഞാൻ ലാസ്റ്റ് ഇപ്പൊ അവിടെ വന്നു പോയ സമയത്ത് ഞാൻ എന്റെ കൂടെയുള്ള സാബു എന്ന ഡ്രൈവറും കൂടെ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തി വണ്ടി കഴുകിയ തൊട്ട് താഴെ, ഈ മലമുകളിന്റെ താഴെ മാത്രമാണ് നമ്മൾ നിൽക്കുന്നത്. എന്നതിന് ശേഷമാണ് ഈ ഹോട്ടല് 4 വരി പാത കഴിഞ്ഞതിന് ശേഷമാണ് ഹോട്ടൽ വരുന്നത്. അപ്പൊ ഒരു നദിയിലേക്ക് പക്ഷെ ഒരു വലിയ മൺകൂന, 2 വലിയ കൂനകൾ ഇങ്ങനെ വീണ് കിടപ്പുണ്ട്. ആ ഭാഗങ്ങൾ ഏതാണ്ട് ഒരു 25 അടി താഴ്ചയുണ്ട് നദിയിൽ നിന്നാണ് പറയുന്നത്. അപ്പൊ അതും കടന്ന് മുകളിലേക്ക് നമുക്ക് കാണുന്ന രീതിയിൽ മൺകൂനയുണ്ട്. അങ്ങനെ അങ്ങോട്ടൊന്ന് എത്താൻ ഈ വണ്ടി 25 ടൺ ലോഡ് കയറ്റി വന്നൊരു വണ്ടി എന്തായാലും അവിടേക്ക് എത്താൻ ചാൻസ് കമ്മിയാണ്, 100%. ഞാൻ ഈ 25 ടൺ 12 വീല് ലോറി ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ്. ഒരിക്കലും അങ്ങോട്ട് എത്തിപ്പെടാൻ കഴിയില്ല. കാരണം ഈ വാഹനത്തിന് അത്രത്തോളം തള്ളിയിട്ട് പോകുമ്പോ ഈ ഒരു അപ്പുറത്ത് ഞാൻ പറഞ്ഞില്ലേ ഹോട്ടലിന്റെ തൊട്ട് ചാരി ആൽമരം, അതിന്റെ അപ്പുറത്ത് വലിയൊരു മൺകൂനൊക്കെ ഉണ്ടല്ലോ. അപ്പൊ നേരെ മുകളിലേക്ക് വന്ന് ഇടിഞ്ഞ് വീഴാനേ ചാൻസ് ഉള്ളൂ. നമ്മൾ നേരെ വണ്ടി നിർത്തിയ കാലെടുത്ത് വെക്കുന്ന കനാലിലേക്കാണ്, അതിലേക്കാണ് ഈ വെള്ളം വരുന്നത്. നമ്മൾ കുളിക്കാനും അർജുൻ ഓടിച്ചിരുന്ന ഭാരത് ബെൻസിന്റെ സമാനമായ വാഹനം തന്നെയാണോ ഷിബു ഓടിക്കുന്നത്? വാഹനം 12 വീല് സെയിം ഭാരത് ബെൻസ് തന്നെ ഓടിക്കുന്നത്. സേഫു എന്നുള്ള ഒരാളെ ഉടമസ്ഥയിലുള്ള വാഹനം ഞാൻ ഓടിച്ചിരുന്നത്. സ്ഥിരമായിട്ട് അത് ഓടി വരുന്ന വണ്ടിയായിരുന്നത്.
നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം വരെ ചെയ്തിട്ട് പോന്ന അവിടെ വന്ന് ഈ കടയിൽ വന്ന് ചായ കുടിച്ചിട്ട് പോകുന്ന ആ വ്യക്തികളാണ്. ഞാൻ എന്റെ വാഹനം അവിടെ നിന്ന് കഴുകി, ബക്കറ്റിൽ വെള്ളം, ഈ പൈപ്പിലാണ് വെള്ളം വരുന്നത്, അതെടുത്ത് വണ്ടി കഴുകിയതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോരാറ്, കുളിയെല്ലാം കഴിഞ്ഞിട്ട്. മനസ്സിലായി ഷിബു. എന്തായാലും സംസാരിച്ചത് നന്ദി ഷിബു. ഈ ഘട്ടത്തിൽ ഷിബു പറയുന്നതനുസരിച്ച് അങ്ങനെ എന്താണ് പറയുക, വലിയ ഇത്രയും ടൺ ഭാരമുള്ള വാഹനം നദിയിലേക്ക് ഒഴുകി പോകാൻ സാധ്യതയില്ല. നേരെ വാഹനത്തിന് മുകളിലേക്ക് മണ്ണും പാറക്കല്ലും എല്ലാം വന്നിട്ടുണ്ടാകും എന്നാണ് എന്നൊരു ഉറച്ച രീതിയിലുള്ള സംസാരമാണ്, സംശയമാണ് ഇപ്പോൾ ഷിബു എന്ന് പറയുന്ന ലോറി ഡ്രൈവർ പങ്കുവച്ചത്.